ആർ ശ്രീജിത്തോട് ചേരുന്നു. ശ്രീജിത്ത്, ആര് പ്രതിപക്ഷ നേതാവ് ആവണം എന്നുള്ള കാര്യം പെട്ടെന്ന് വരേണ്ട തീരുമാനമാണ്. ഇത് അതിൻ്റെയൊക്കെ അപ്പുറം CPM ഉണ്ടായ പരാജയം എന്ന് പറഞ്ഞാൽ കൊടിയ പരാജയമാണ്. എന്ന് പറഞ്ഞാൽ പയ്യന്നൂര്, തളിപ്പറമ്പ്, തൃക്കരിപ്പൂര്, ഉദുമ, അവിടെ സാക്ഷാൽ ധർമ്മട 7 റൗണ്ട് പിന്നിലാവൽ, അമ്പലപ്പുഴ, അങ്ങനെ പാർട്ടിക്കോട്ടകളൊക്കെ ആഞ്ഞിളകിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ എന്താണ് പരാജയത്തിന്റെ യഥാർത്ഥ കാരണമെന്ന പരിശോധന ഇപ്പോൾ ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന ചർച്ച പോലെ എളുപ്പമാവില്ല. അത് കുറച്ച് ആഴത്തിൽ താഴെത്തട്ടിൽ തുടങ്ങേണ്ടതുമാണ്. ശ്രീജിത്ത്, ഹാഷ്മി, കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്ത് ഉണ്ടായിരുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റായ കേരളത്തിലെ പരാജയമാണ്. ആ പരാജയത്തിൻ്റെ കാരണം സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം ഒരു റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. അത് നമുക്ക് മുന്നിലുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന തന്നെയാണ്. അതാണ് അതിൻ്റെ നട്ഷൽ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ വലിയ തോതിലുള്ള പരാജയത്തിന് കാരണം LDFനെതിരെ നടത്തിയ കുപ്രചരണം ആണ് ഒരു തരത്തിൽ. മറ്റൊന്ന് ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ കേന്ദ്രങ്ങളിലുണ്ടായ വോട്ടുകളിലെ ചോർച്ച അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഇടതുപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു. എങ്കിൽ പോലും 37% വോട്ട് നേടി എന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. എങ്കിൽ പോലും ഹാഷ്മി സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നെടുങ്കോട്ടകളെന്ന് കരുതി പോന്നിരുന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും വളരെ ദയനീയമായ പരാജയമാണ് CPIMന് നേരിട്ടത്. അത് മറ്റാരുടെയും കുഴപ്പം കൊണ്ടല്ല, CPIMന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ പിടിപ്പുകേടും അവരുടെ തെറ്റായ തീരുമാനം കൊണ്ടാണ് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്തെ 7 റൗണ്ട് അദ്ദേഹം പിന്നിലായിപ്പോയി എന്ന പ്രശ്നവുമുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നുള്ള ഒരു വസ്തുനിഷ്ഠമായ വിശകലനത്തിലേക്ക് പോളിറ്റ് ബ്യൂറോ എത്തിച്ചേരുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള തീരുമാനത്തെയും അത് സ്വാധീനിക്കും എന്ന കാര്യം നിശ്ചയമായും പറയാവുന്നതാണ്. ഒരു 2ാം നിര നേതൃത്വത്തെ കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം പിണറായി വിജയന് വേണ്ടി ഇപ്പോഴും ചരടുവരികൾ സജീവമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.